ഹായ് നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. എമ്പുരാൻ ആ പ്രതീക്ഷ കാക്കുമോ എന്ന് സിനിമ കണ്ട് തന്നെ അറിയാം. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ലൈക്ക ഫിലിമിൽ നിന്ന് പിന്മാറും. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പി.കെ. രാംദാസ് ആരാണ്? അവരാണ് എന്റെ മക്കൾ. പി.കെ. രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെ ടൊവിനോ തോമസ്, സംസ്ഥാനത്തിനെ ജതിൻ രാംദാസ് നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിദ്ധരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. BJP ആണോ പാർട്ടി പുതിയത് വരുന്നത്? സുരേന്ദ്രനാണ് സുരാജ് എന്നൊക്കെ ഒരു കേട്ടായിരുന്നു. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? ചൈന उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സെറിനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. ഒരുപാട് രാജ്യങ്ങളും ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. So Stephen, come back. Save your land. Save God's own country. വാടാ. ആക്ഷനാണ്. L2E എമ്പുരാൻ. Who are you really? Lucifer. Directed by Prithviraj Sukumaran. കൊമേഴ്ഷ്യലാക്കിയാണ് ഈ പടം ഇറക്കിയത്. ലൂസിഫർ കുറച്ച് ക്ലാസ് ആയിരുന്നു. ഇത് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒരുപാട് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. വമ്പൻ പ്രതീക്ഷയാണ് ട്രെയിലർ നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ഗംഭീര ഫിലിം തന്നെ നമുക്ക് തിയേറ്ററിൽ പ്രതീക്ഷിക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ട്രെയിലർ. അടിപൊളി, നല്ലൊരു മാസ് മസാല ട്രെയിലർ. ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആ സിനിമ കാണാൻ തോന്നണമല്ലോ. ഈ സിനിമ നാളെ ഇറക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുകയാണ് ഫിലിം കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി ഒരു ആക്ഷൻ സിനിമ പ്രതീക്ഷിച്ച് പോവുക. അത് എന്തായാലും ഡെലിവറി ചെയ്തിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയ റെക്കോർഡുകൾ വീഴാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ് എമ്പുരാൻ. മാർച്ച് 27-നാണ് സിനിമ റിലീസാവുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്തായാലും കണ്ടിരിക്കും. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.